ചേച്ചി ലൈവിലേക്ക് സ്വാഗതം കേട്ടോ. കയറി പോയ മൊത്തം എന്നുണ്ട് വിശേഷം? എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. വേറെ ഏതാ പാട്ട് പറയാം? മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ സാന്ദ്രമായി തലോടും മിഴിനീർക്കാൻ ലിറിക്സ് അറിയില്ല. അത് പ്രത്യേകിച്ച് ശരത്താറിന്റെ പാട്ടാണ്. നല്ല പാട്ടാണ്, അടിപൊളി പാട്ടാണ്. താരചേച്ചിനെ അറിയാവോ? ആ വന്നോ ആള്? ഇറക്കി വിട് മനുഷ്യനെ ചോദിക്കുന്നത്. പോരാ പോരാ, സാധകം ചെയ്തില്ല. എന്റെ അടുത്ത് നാളെ വരണേന്ന് പറഞ്ഞതേ ഉള്ളൂ. ആണോ? നാളെ ചേച്ചിയുടെ അടുത്ത് ടുഗദർ ആണല്ലോ അല്ലേ? നാളെ കാണും താരാ. എന്തോ താരം ചെയ്തില്ല. താരം നല്ലപോലെ കവിതയൊക്കെ പാടും. ആണല്ലേ? ഞാൻ താരചേച്ചിയുടെ ലൈവിലൊന്ന് പോയിട്ട് ഇങ്ങനെ വന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും കൂട്ടാണെന്ന് തോന്നുന്നു. താരയുടെ ലൈവിൽ പോയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആണോ? ഇറക്കി വിട് ജ്യോത്സ്നാന്നോ? അയ്യോ, ഇതൊക്കെ എനിക്ക് പ്രഷ്യസ് ആണ് ചേച്ചി. പാട്ടുകാരൊക്കെ ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവര്. ഇപ്പൊ അവര് ചില പാട്ടുകൾ പറയുമ്പോ എനിക്കത് അറിയത്തില്ല. അപ്പം അവര് തന്നെ പറഞ്ഞ ഐഡിയ ആണ്, രാവിലെ ഒരു പോസ്റ്റ് ഇടുക, അപ്പൊ അതിന് താഴെ വന്നിട്ട് അവര് കമന്റ് ചെയ്യും ഏതൊക്കെ പാട്ടാണ്. അപ്പൊ അത് പാടാൻ എളുപ്പമുണ്ടല്ലോ. താരയുടെ ലൈവിൽ ഇരിക്കായിരുന്നു, അപ്പം മൊത്തം കറങ്ങുകയും ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു പുള്ളി പിന്നെ കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതാണ്. കൈവിട്ട് പോകുവാണ്. അല്ല, ഇനിയിപ്പോ സെലിബ്രിറ്റി ആവും ചേച്ചി, താരചേച്ചി. ഇങ്ങനെ പുള്ളി ഇപ്പൊ സെലിബ്രിറ്റി ആവും കേട്ടോ. അതൊക്കെ ഒരു ചാനലൊക്കെ എടുക്ക്, നല്ലതാ. പാട്ടൊക്കെ കേൾക്കാൻ ഒത്തിരി പേര് വരുന്നുണ്ടാവും. അതെ, താരചേച്ചി ഒരു ചാനലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെലിബ്രിറ്റി ആയി. ഒരു പാട്ട് പാടാം. വൈദേഹി പൂലയായി വനവാസകാലമായി, വൈദേഹി പൂലയായി വനവാസകാലമായി, രാമരാജധാനി വീണ്ടും ശൂന്യമായി, വിമുഖമായി സരയൂ നദി. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി, ഓണപ്പുടവ തുമ്പിൽ പാടം കണ്ണീരൊപ്പി, രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി, ഓണപ്പുടവ തുമ്പിൽ പാടം കണ്ണീരൊപ്പി. താര ഇപ്പൊ ചോദിച്ചതുള്ളൂ വൈദേഹി പാടണേന്ന്. അപ്പോഴാ ഞാൻ പാടിയത്. അയ്യോ, രാജീവേട്ടാ പറയുന്ന മുന്നേ പാടിയെന്ന് പറയുന്നുണ്ട്. നല്ല ബാസ് സൗണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് ജിസില്. അതെന്റെ സിസ്റ്റർ ആട്ടോ, എന്റെ അനിയത്തിയാ. അമ്പി നമുക്ക് ഇന്ന് കിട്ടിയ ഉള്ളിയാട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു രാജീവ് ബ്രോ നിങ്ങൾ എന്നെ ഓൾറെഡി സബ്ബാണ് കേട്ടോ താരചേച്ചിയുടെ ലൈവിൽ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം. താരയുടെ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ താരയൊക്കെ നമ്മുടെ ഫാമിലിയാണ്. കുറെ നാളായി നമ്മൾ കേറാറുണ്ട്. അതിലിട്ട് നമ്മളെ കമ്പനിയാണ്. ഞാൻ വന്നപ്പോ എനിക്ക് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു, എന്നെ സബ്ബാണ് എന്ന് പറഞ്ഞത്. ഹായ് അമ്പിളി ചേച്ചി. ശംഖു
നമ്മുടെ പുതിയ